പ്രിയപ്പെട്ട സഹോദരിമാരിലുമുണ്ട്, യുവതികളിലുമുണ്ട് അരുതാത്ത ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്ന സഹോദരിമാർ അല്ലേ? അരുതാത്ത ഒരുപാട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്ന, കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്ന ഒരുപാട് സഹോദരിമാർ. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ തന്നെ മാറ്റം വരുത്തുന്നവർ എന്നാണ് ഖുർആൻ അവരെ പറ്റി പറഞ്ഞത്. ലഅനല്ലാഹ്, ബ്യൂട്ടി പാർലറുകൾ അള്ളാഹുവിന്റെ ലഅനത്ത്, അള്ളാഹുവിന്റെ ലഅനത്ത്, അവന്റെ ശാപമേറ്റ വീടുകളാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലല്ലോ, ഉസ്താദ് ഫുള്ള് നമുക്ക് തന്നെയാണ് വെക്കുന്നത് എന്ന് തോന്നിയോ? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലഅന റസൂൽ, ഹദീസിൽ കാണാം, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ലഅനല്ലാഹ് അല്ലെങ്കിൽ ഔ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാമിസാതി വൽ മുതനമ്മിസാതി വൽ വാസിലാതി വൽ മുസ്തവസിലാതി വൽ മുതഫല്ലിജാതി ലിൽ ഹുസ്ൻ. സമാനമായ ഒട്ടേറെ ഹദീസുകൾ കാണാം. ശരീരത്തിന്റെ പല അവയവങ്ങളിലും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച്, ഇസ്ലാം അനുവദിക്കാത്ത പല രീതിയിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നടക്കുന്നവർ അല്ലെ? അതിന്റെ പേരൊന്നും എനിക്കറിയില്ല. കുറെ വസ്തുക്കൾ കാണാം. ചില പിന്നെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ അല്ലെ, ചുണ്ടിലൊക്കെ ഇങ്ങനെ ചുവപ്പ് തേച്ച്, എന്തേനു പറയാ, ലിപ്സ്റ്റിക്, ലിപ്സ്റ്റിക്. പിന്നെ അറിയാവുന്ന വേറെ കുറച്ച് പേരുകളൊക്കെ പറയാം, എന്നാ പിന്നെ അവർ കേൾക്കുള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടാ? കുറെ ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട് അല്ലെ. മുടി പ്ലക്ക് ചെയ്യുന്നവർ, അതേപോലെ ഇപ്പൊ കുറെ പിന്നെ പെൺകുട്ടികളുടെയൊക്കെ രീതി എന്ന് പറയുന്നത് മുടിയെല്ലാം കൂടി കൊണ്ടുവന്ന് പിറകിലിങ്ങനെ ചുറ്റി, എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു ഇത്ര പോകുന്നൊരു സാധനം, ചക്ക പോലെ ഒരു അല്ലെ, എന്തേലും പറയാ, ക്ലിപ്പ്, ചെറിയ ക്ലിപ്പൊന്നുമല്ല, വലിയൊരു ക്ലിപ്പ് കൊടുന്ന് ഇങ്ങനെ വെച്ച്, എന്നിട്ട് തട്ടം അങ്ങോട്ടിട്ടാൽ ശരിക്കും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ പോലെ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ഉണ്ടാവും. മഅദല്ലാഹ്. 1400 മുമ്പ് മുത്തുനബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോ? 1400 മുമ്പ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സിൻഫാനി മിൻ ഉമ്മത്തി ലം അറഹുമാ, എന്റെ ഉമ്മത്തിലെ 2 വിഭാഗം, ഞാൻ ആ 2 വിഭാഗത്തെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ ഈ കാലത്ത് ആ 2 വിഭാഗവും ഇല്ല, ഇനി വരാൻ പോകുന്നുണ്ട്. അതാണ് എന്റെ അർത്ഥം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു 2 വിഭാഗം. ആരാണ്? ഒന്ന്, ഖൗമുൻ മഅഹും സിയാത്തുൻ കഅസ്നാബിൽ ബഖർ, പശുവിന്റെ വാല് പോലുള്ള ചാട്ടവാറുകളുമായി ഇങ്ങനെ നടക്കുന്നവർ. എന്നിട്ടോ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, യദ്രിബൂന ബിഹന്നാസ്, അവരാ ചാട്ടവാറുകൾ കൊണ്ട് നിരപരാധികളായ ആളുകളെ പോലും അവരെ അടിക്കുന്നതാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, ഒന്ന് ഈ വിഭാഗമാണ്. 2 വിഭാഗം ഞാൻ കണ്ടിട്ടില്ല. ഒരു വിഭാഗം ഖൗമുൻ മഅഹും സിയാത്തുൻ കഅസ്നാബിൽ ബഖർ, പശുവിന്റെ വാല് പോലുള്ള ചാട്ടവാറുകളുമായി ആളുകളെ, അപരാധികളെ, തെറ്റ് ചെയ്ത ആളുകളെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിച്ച് അപരാധിയാക്കി അവനെ പിടിച്ചടിക്കുന്നവർ. വിശദീകരിച്ച് പറയണ്ടല്ലോ, ആരാണ്? നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം? മനസ്സിലായില്ല? നമ്മുടെ നിയമപാലകരെ കുറിച്ചൊക്കെയാണ് ഈ പറയുന്നത്. യദ്രിബൂന ബിഹന്നാസ്, ചാട്ടവാറുകളുമായി അവരാളുകളെ പൊതിരെ തല്ലും, ആവശ്യമില്ലാതെ തല്ലും. ബാക്കി ഞാൻ നിങ്ങൾക്ക് വിട്ടു. രണ്ടാമതായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതിന്റെ വഅദ് കേൾക്കുന്ന ഉമ്മമാരെ, പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിക്കുന്ന പെണ്ണുങ്ങളെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്ത്. ഞാൻ കാണാത്ത 2ാമത്തെ വിഭാഗം ആരാണെന്നറിയോ? നിസാഉൻ, അവർ പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ്. കാസിയാത്തുൻ, എങ്ങനത്തെ പെണ്ണുങ്ങൾ? വസ്ത്രം ധരിച്ച പെണ്ണുങ്ങളാണ്. ആരിയാത്തുൻ, നഗ്നരുമാണ്. യാ അല്ലാഹ്, പഠിച്ചോനെ, ഇങ്ങനെ പറയാൻ ഹബീബായ മുത്തുനബി തങ്ങൾക്കല്ലാതെ ലോകത്താർക്കെങ്കിലും കഴിയോ? എന്തു വാക്കാണ് ഈ പറഞ്ഞത്? നിസാഉൻ കാസിയാത്തുൻ, വസ്ത്രം ധരിച്ച പെണ്ണുങ്ങളാണ്. തൊട്ടുടനെ പറഞ്ഞു ആരിയാത്തുൻ, നഗ്നരുമാണവർ.
വസ്ത്രം ധരിച്ച പെണ്ണുങ്ങളാണ് നഗ്നരുമാണ്. എങ്ങനെ അങ്ങനെ ഉണ്ടാവുക? ഇന്ന് നമ്മൾ കാണുന്നത് അങ്ങനെ തന്നെയാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ടോന്ന് വെച്ചാൽ ധരിച്ചിട്ടുണ്ട്. ആ വസ്ത്രം ധരിക്കണത് എന്തിനാ? കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാണാൻ പറ്റാത്തൊന്നും കാണാതിരിക്കാൻ വേണ്ടി. എന്നാൽ ഈ വസ്ത്രം ധരിച്ചതുകൊണ്ട് അത് കാണാതിരിക്കും? ഇല്ല. ഇതന്നെയാണ് കാസിയാത്തുൻ, വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷെ ആരിയാത്തുൻ, നഗ്നരുമാണ്. നഗ്നരാണ്, പലതും വെളിയിലാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാ ഞാൻ പറയുന്നട്ടോ, ഇതൊന്നും എൻ്റെ വകയല്ല. അവരിങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരാണ്. ചാഞ്ഞും ചെരിഞ്ഞും ഇങ്ങനെ കുണുങ്ങി നടക്കുക, അല്ലെ? എന്തിനു പറയാ? അങ്ങനെ നടക്കണമെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഉമ്മമാരിടുന്ന ചെരുപ്പ് തന്നെ ധരിക്കണം. അങ്ങനെ നടക്കണമെങ്കിൽ മനസ്സിലായില്ല? ആ നല്ല ഇത്ര പോകുന്ന ഹീലുള്ള ചെരുപ്പ് കാണാം, അല്ലേ? വിരലിന്റെ വലുപ്പത്തിലൊക്കെ ഉണ്ടാവും. ഇത്ര തന്നെയാണ് അതിന്റെ പിന്നെ വലുപ്പവും നീളവും വീതിയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവുക. ചെരുപ്പിന്റെ അടിയിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടാവും. എന്നിട്ട് അതിങ്ങനെ ഇട്ട് നടക്കുന്നത് കണ്ടാൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുപോലെ, യാ അല്ലാഹ് സദഖത യാ റസൂലല്ലാഹ്, മുത്തനബി തങ്ങളെ അങ്ങ് പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല അവരെ, ഞാൻ കണ്ടിട്ടില്ല, വരാൻ പോകുന്ന ആളുകൾ കാണും. നമ്മൾ കാണുന്നുണ്ട് ഇതേ പറഞ്ഞ രൂപം. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്നത്. റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മാഇലാ, അവരുടെ തലമുടിക്കെട്ടുകൾ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയാണ്. ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്ന ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയാണ് അവരുടെ തലമുടികൾ. അതാവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തലമുടിക്കെട്ടിങ്ങനെ കെട്ടിവെച്ച് ഇത്ര പോകുന്ന ചക്ക പോലെയുള്ള വലിയ ക്ലിപ്പൊക്കെ കൊണ്ടുവന്നിങ്ങനെ വെച്ച് അതിൻ്റെ പുറത്തൊരു തട്ടം കൂടി അങ്ങോട്ട് ഷോളങ്ങോട്ട് അണിഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ ചിത്രം അങ്ങനെ തന്നെ പൂർത്തിയായി. എന്നിട്ട് ഹബീബ് പറഞ്ഞു, എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുൽനൽ ജന്ന. എന്റെ വാഴ്ന്നു കേൾക്കുന്ന ഉമ്മമാരെ, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അവര് സ്വർഗത്തിൽ കടക്കുകയേ ഇല്ല. വലാ യജിദ്ന റീഹഹാ, ആ സ്വർഗത്തിന്റെ വാസന പോലും അവർക്ക് ലഭ്യമല്ല. ആ സ്വർഗത്തിന്റെ വാസന പോലും അവർക്ക് ലഭ്യമല്ല. ഇനിയിപ്പോ ആർക്കാണത് വേണ്ടത് എന്നുള്ളതാണ്. ആർക്കാണ് വേണ്ടത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫ്ലാഷ് മോബ് എന്നൊരു പ്രോഗ്രാം നടന്നു മലപ്പുറം ജില്ലയുടെ നഗരഹൃദയത്തിൽ. എവിടെ? മലപ്പുറം ജില്ലയുടെ നഗരഹൃദയത്തിൽ. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജില്ലയാണ്. ആ ജില്ലയുടെ നഗരഹൃദയത്തിലൊരു പട്ടാപ്പകൽ പെൺകുട്ടികൾ ഹിജാബ് പോലും ധരിക്കാതെ, പർദ്ദ ധരിക്കാതെ ഫ്ലാഷ് മോബ് നൃത്തം ചവിട്ടിയപ്പോ ഒരുപാട് ആലിമ്യങ്ങൾ അന്ന് അതിനെതിരെ പ്രഭാഷണം നടത്തി. പ്രഭാഷകന്മാരൊക്കെ അത് സൂചിപ്പിച്ചു. അത് അവരുടെ ബാധ്യതയാണ്, അത് അവർ പറയും. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ പറഞ്ഞ പ്രഭാഷണം നടത്തിയ ആ പ്രഭാഷണങ്ങളുടെ താഴെ കമന്റുകളിൽ ഒരുപാട് മുസ്ലിമാത്തുകളായ പെൺകുട്ടികൾ രേഖപ്പെടുത്തിയ കമന്റുകളാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ആമിന എന്നും ഖദീജ എന്നും ഒക്കെ പേരുള്ള മുസ്ലിമാത്തുകളായ പെൺകുട്ടികൾ, പ്രിയപ്പെട്ടവരെ, ആ കമന്റ് ബോക്സിൽ വന്ന് എഴുതിയത് ഇങ്ങനെയാണ്: ആടാനും പാടാനുമൊന്നും സ്വാതന്ത്ര്യമില്ലാത്തവർക്കാണ് സ്വർഗമെങ്കിൽ ആ സ്വർഗം ഞങ്ങൾക്ക് വേണ്ട ഉസ്താദന്മാരെ. മഅദല്ലാഹ്. അവരെഴുതിയ കമന്റുകളാണത്. മുസ്ലിമാത്തുകളായ പെൺകുട്ടികൾ ആടാനും പാടാനും നൃത്തം ചവിട്ടാനും സ്വാതന്ത്ര്യമില്ലാത്തവർക്കാണ് സ്വർഗമെങ്കിൽ ആ സ്വർഗം ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ പെൺകുട്ടികൾ. പ്രിയപ്പെട്ടവരെ, എന്റെ വാഴ്ന്നു കേൾക്കുന്ന ഉമ്മമാരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അങ്ങനെ ആവാതിരിക്കാനാണ് ഞാനിത് പറയുന്നത്. അവർക്ക് ഇസ്ലാമികമായ അച്ചടക്ക ബോധം നൽകണേ, നന്നാക്കണേ. നിങ്ങളുടെ കൈകളിലാണ് അല്ലാഹു മക്കളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഉമ്മമാരെ, നിങ്ങളുടെ കൈകളിലാണ് അല്ലാഹു മക്കളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ബാപ്പമാരെക്കാൾ വലിയ ബാധ്യതയുള്ളത് നിങ്ങൾക്കാണ്.